ലൈവിൽ പൊരിഞ്ഞടി അടി നടക്കുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ അല്പസമയം മുന്നേ ഗബ്രി മറ്റു കുടുംബാംഗങ്ങളുടെ അടുത്തായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അന്നത്തെ പവർ ടീമിന്റെ ടാസ്കിൽ ശ്രീതു ജിൻഡോയുടെ ഗ്രൂപ്പിലാണെങ്കിൽ അവർ വിജയിച്ചേനെ, അതുമല്ല അവളെല്ലാം കളിക്കുമ്പോൾ കളി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയനെന്നെല്ലാം ഗബ്രിയുടെ ജിൻഡോയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ച് പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ജാസ്മിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ ടാസ്കിൽ മത്സരിക്കാൻ വരേണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് പകരം ശ്രീതുവിനെ കയറ്റി ഞങ്ങളുടെ ടീം വിജയിക്കുമായിരുന്നു. അപ്പോൾ ജാസ്മിൻ അത് അവിടെ അത്ര ഇഷ്ടമായില്ല. ഒടുവിൽ ജാസ്മിൻ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ അടുത്തായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, നീ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒറ്റയടിക്ക് എന്നെ തള്ളിക്കളഞ്ഞു. അവരുടെ എല്ലാം മുന്നിൽ വെച്ച് നീ പറഞ്ഞു വന്നത് ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അല്ലാന്നല്ലേ, അതുകൊണ്ട് നീ എനിക്ക് പകരം അവിടെ ശ്രീതുവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് ഗബ്രിയുടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കി പറയാൻ നിൽക്കണ്ട, ഞാനത് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒന്നാമത് നീ വയ്യാതെ ഇരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ഹെൽത്ത് എല്ലാം വെച്ച് നിനക്ക് ആ ഗെയിം കളിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവിടെ ശ്രീതു ആണ് കളിക്കുന്നത് എങ്കിൽ അവള് പൊളിച്ചേനെ, അല്ലാതെ നീ വായിൽ തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഞാൻ വല്ലതും പറഞ്ഞു പോകും. അപ്പോൾ അത് കേട്ട് ജാസ്മിനോട് പറയുന്നു, നിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട, മതി നിർത്തിക്കോ, നിന്റെ എല്ലാം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എന്നെ പറഞ്ഞാൽ മതി, എല്ലാത്തിനും മാപ്പെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിനോട് പൊട്ടിക്കറിയുമ്പോൾ ഗബ്രിക്ക് അവിടെ കൂടുതൽ ദേഷ്യമെല്ലാം വന്നു. ഗബ്രി അവിടെ ഒച്ചത്തിൽ പറയുന്നുണ്ട്, അനാവശ്യം പറയരുത്, നിനക്ക് വയ്യാത്തത് കൊണ്ട് നിനക്ക് മര്യാദയ്ക്ക് ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല, പട്ടി കിതയ്ക്കുന്ന പോലെയാണ് നീ കിതച്ചത്, അതിന് പകരമാണ് ശ്രീതു ആണ് കളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടീമാണ് വിജയിച്ചതെന്നെല്ലാം ഗബ്രിയോടെ പറയുമ്പോൾ കയ്യിൽ കിട്ടിയ പില്ലോ എല്ലാം വലിച്ചെറിഞ്ഞു പോകുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിച്ചത്. എന്തായാലും ജാസ്മിന്റെ ചങ്കിന്റെ കയ്യിൽ നിന്ന് തന്നെ പണി കിട്ടി. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. കുറച്ച് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.